ഖുർആൻ ഒരു മതത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നില്ല. ഒരു വ്യക്തിയുടെ വിജ്ഞാനത്തിന്റെ മേഖലകൾക്കനുസരിച്ചിട്ടുള്ള മാറ്റത്തെയാണ്, അവന്റെ മനസ്സിന്റെ തലങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഖുർആനിന്റെ അഭിസംബോധന. അല്ലാതെ മക്കക്കാരോടോ മദീനക്കാരോടോ ഇസ്രായേൽ ഈജിപ്തിലുകാരോടോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തോടോ ഖുർആനിന്റെ ചർച്ചയില്ല. വൻ നസാറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവർ. സഹായിക്കുന്നില്ല അവർ. മൻ അൻസാരിയിലല്ല കാതൽ ഹവാരിയൂന നഹ്നു അൻസാറുള്ള. ആരാണ് അള്ളാഹുവിനെ സഹായിക്കാനുള്ളത്? അപ്പൊ ഹവാരിയങ്ങൾ പറഞ്ഞു നഹ്നു അൻസാറുള്ള. അത് അവരുടെ അവകാശവാദമാണ്. അതാണ് അള്ളാഹുവിന്റെ ദീനിന് സഹായവർത്തികളായി നിൽക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവർ ആരായിക്കോട്ടെ. അപ്പോ അള്ളാഹുവിന്റെ മണ്ണെടുക്കുന്നവരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്നത്. മണ്ണ് സെൽവത്ത് ഇറക്കി തന്നില്ലേ നമുക്ക്? ആ മണ്ണ് ലക്കത് മണ്ണല്ലാഹു അലൽ മോമിനീന ഇത് ബാഫീഹിം, അതാണ് മന്ന. ഈ മണ്ണെടുത്ത ആളുകളാണ് മോമിനുകൾ. അറിവിന്റെ ഉന്നതമായ അറിവിന്റെ ആകാശത്തിൽ നിന്ന് കിട്ടുന്ന അള്ളാഹുവിന്റെ അറിവിന്റെ ദാനം അങ്ങനെ അവകാശപ്പെടുന്നവരോ പിന്നെ ഹുദയിൽ നിന്ന് അകന്നു കഴിയുന്നവരോ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരോ ആരായിക്കോട്ടെ. പിന്നെ വസാബീന, ഇവിടെ എങ്ങനെയാണോ സാബിഊനാണോ സാബീനാണോ? സാബീന. വേറൊരായത്തിൽ സാബിഊനാണ്. വേറൊരായത്തുണ്ട്, വേറെ ഒരു അധ്യായത്തിൽ വേറൊരായത്തുണ്ട്, അവിടെ സാബിഊനാണ്. അവിടെ വല്ലതീന അഷറക്കൂന്നും കൂടി ഉണ്ട്. കാര്യങ്ങൾ തെറ്റായി കാര്യങ്ങൾ മനസ്സിലാക്കുക, അതാണ് അഷറക്കു. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ എന്നല്ല, പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ തെറ്റായി മനസ്സിലാക്കുക, അവരാണ് മുശ്രിക്ക്. അല്ലാതെ അള്ളാന്റെ കൂടെ ഒരു ചേക്കുട്ടി പാപ്പാനെയും കൂടി ആരാധിക്കുന്ന ആളല്ല. അവര് ഖുർആന്റെ വീക്ഷണത്തിൽ മുശ്രിക്കല്ല. ഖുർആന്റെ വീക്ഷണത്തിലുള്ള മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ ദൈവിക വ്യവസ്ഥിതികളെ തെറ്റായി മനസ്സിലാക്കുന്നവരാരോ അവരാണ് മുശ്രിക്ക്. അതാണ് വല്ലതീന അഷറക്കു. ഇവിടെ സാബിഈൻ എന്ന് പറഞ്ഞാൽ അവര് യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുന്ന മേഖലയിലേക്ക് പ്രവേശിച്ച ആളുകളാണ്. യാഥാർത്ഥ്യങ്ങളുടെ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ പ്രവേശിച്ച ആളുകൾക്ക് അവിടെ പറയുന്ന ലഹും അജ്റുഹും, അവിടേക്ക് അവരുടെ പ്രതിഫലം ഉണ്ട് എന്നാണ്. ഇവിടെ മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ആയാലേ അജ്റുള്ളൂ എന്നാണ്. അതാണ് സാബിഈനും സാബിഊനും തമ്മിലുള്ള വ്യത്യാസം. ഇവർക്ക് ഇന്നേ വരെ ആ ഭാഷാ വ്യത്യാസം വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയും പറയാം ഇങ്ങനെയും പറയാന്നാണ് അവർ പറയുന്നത്. ഇവിടെ സാബിയങ്ങൾക്ക് നേരിട്ട് അജുർ പറഞ്ഞിട്ടില്ല, മറ്റൊടത്ത് അജുർ പറഞ്ഞിട്ടുണ്ട്. അവര് കാരണം അവര് ആ മേഖലയിലേക്ക് നേടിക്കഴിഞ്ഞു. അതാണ് സാബി ഊന എന്ന് പറയുന്നത്. ആരായിക്കോട്ടെ ഫലഹും അജുറുഹും എന്താ റബ്ബിഹിം, അവിടെ അജുർ നേരിട്ട് പറഞ്ഞു. സാബിഈൻ എന്ന് പറയുമ്പോ അസാലിക്കൂന ഫിൽ ബഹസിൽ ഹക്കീക്കത്തി എന്നാണ്. അതാണ് മോമിനൂനി മോമിനീനും തമ്മിലുള്ള വ്യത്യാസം. മോമിനൂന എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹ് നമ്മൾ ഏതൊരു വസ്തുതയാണോ അന്വേഷിക്കുന്നത് ആ അന്വേഷിക്കുന്ന വസ്തുത നമ്മിൽ കിട്ടി, അവരാണ് മോമിനീങ്ങൾ. എന്നാൽ അന്വേഷിച്ച് നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോമിനീന. അന്വേഷണത്തിന്റെ വാതിലുകൾ തുറന്നിടുമ്പോൾ മോമിനാത്ത്. ഇനിയും അന്വേഷിക്കാൻ ഒരുപാടുണ്ട്, അപ്പൊ മോമിനാത്ത്. അല്ലാതെ മോമിനാത്ത് ആ പെണ്ണുങ്ങളും മോമിനൂന ആണുങ്ങളും മോമിനീന ആണുങ്ങളും അത് അങ്ങനെയും പറഞ്ഞു ഇങ്ങനെയും പറഞ്ഞു എന്നുള്ളൂ എന്നല്ല. മോമിനു എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു വസ്തുതയുടെ അള്ളാഹുവിന്റെ അറിവിന്റെ ഏതൊരു വസ്തുതയാണോ അന്വേഷിക്കുന്നത് അത് വഖ അലൈഹിം, അവരിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ മോമിനൂന. നിരന്തരമായി അന്വേഷണത്തിലാണെങ്കിൽ മോമിനീന. എന്നപോലെ തന്നെയാണ് സാബിഈന സാബിഊന തമ്മിലുള്ള വ്യത്യാസം. ഇത് നേടിക്കഴിഞ്ഞാൽ മോമിനൂന. അതുകൊണ്ടാണ് ആദ്യം സാബീന പറഞ്ഞത്. ഇനി മായുദിയിലെ ഇതിലൊക്കെയാണ് അത് പിന്നെ സാബിഊന പറയുന്നത്. കാരണം അപ്പോഴത്തേക്ക് ഇവ നേടിക്കഴിഞ്ഞു, യാഥാർത്ഥ്യങ്ങൾ നേടിക്കഴിഞ്ഞ ആ മേഖലയിലേക്ക് അവൻ എത്തിപ്പെട്ടു. അതാദ്യം സാബിഈന പറഞ്ഞത് അതാണ്. സാബിഈന മനസ്സിലായോ? ഇവര് യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇവർ എത്തിയിട്ടില്ല. അതാണ് ഇനിയാണ് മന്നാമന ബില്ലാഹി, ഇനിയാണ് അവർ യാഥാർത്ഥ്യങ്ങളെ അവർ ഉൾക്കൊള്ളാൻ നിൽക്കുന്നത്. ഇതുവരെ അവർ വാദങ്ങളിലാണ്. അവർ മന്ന അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ ഇദ്ദിആണ്. ഞങ്ങൾ ആമന്ന എന്നുള്ളത് അവരുടെ ഇദ്ദിആണ്. കാലത്തിൽ അറാബു ആമന്ന, ആമന്നയിലേക്ക് എത്തിയിട്ടില്ല. ഞങ്ങള് കൂലു അസ്ലംന എന്ന് പറഞ്ഞോളി, പക്ഷെ ആമന്നയിലേക്ക് എത്തിയിട്ടില്ല. ആമന്നയിലെത്തുമ്പോ മൂസയുടെ മേഖലയിലേക്ക് എത്തണോ? അവിടേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. മൂസയുടെ മേഖലയിലേക്ക് എത്തുമ്പോഴാണ് അവ്വലുൽ മോമിനീൻ മൂസയാണ്, അവ്വല് മുസ്ലിമാണ് ഇബ്രാഹിം. ഇവര് ചരിത്രത്തിലൂടെ ആ ആയത്തിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ എങ്ങനെ വ്യാഖ്യാനിക്കാം? അവ്വല് മുസ്ലിം എങ്ങനെ ഇബ്രാഹിം ആകാം? അതിന്റെ മുമ്പ് മുസ്ലിം ഇല്ലേ? ഒന്നാമത്തെ മുസ്ലിമാണെങ്കിൽ. അപ്പൊ ചരിത്രത്തിന്റെ ഒരു വ്യക്തിയുടെ അറിവിന്റെ മേഖലകളാണത്.
ചരിത്രപരമായിട്ട് എങ്ങനെയാ ഈ ആയതിന്? അപ്പൊ അവര് പറയും പ്രധാനപ്പെട്ട മേഖലയിൽ നിന്നേ അതിനർത്ഥമുള്ളൂ. അത് സംഗതി ശരി, അത് ബെസ്റ്റ് എന്നല്ല അർത്ഥത്തിനുള്ളൂ. ഒന്നാമത്തത് എന്നർത്ഥമല്ല, ഫസ്റ്റ് എന്നല്ല ബെസ്റ്റ് എന്നാണ് അവലിന്റെ അർത്ഥം. ഫസ്റ്റ് എന്നല്ല അവലിന്റെ അർത്ഥം, ദ ബെസ്റ്റ് എന്നാണ്. മുസ്ലിമിൽ ഏറ്റവും ഉയർന്ന, ഏറ്റവും അവലിലെത്തിയത് മുസ്ലിം ഇബ്രാഹിം.